ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അടിപൊളി ബസ്സിൻ്റെ മോഡായിട്ടാണ്. നമ്മുടെ പാരീസ് എന്ന് പറഞ്ഞ ബസ്സിൻ്റെ മോഡാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് അതിൻ്റെ മോഡും ലിവറിയും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാടിൻ്റെ ബസ്സിൻ്റെ ലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞൊരു സംഭവമാണ് നമ്മുടെ പ്രിൻസിൻ്റെ ബസ്. അപ്പോൾ ഇതേപോലെ കുറച്ചധികം ടൂറിസ്റ്റ് ബസ്സുകളുടെ മോഡ് നമുക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റിൽ ഇട്ടാൽ മതി. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും ചെയ്യാം. വീഡിയോയിലേക്ക് കിടക്കുന്ന ചാനൽ ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ എവിടെയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബസ്സിൻ്റെ മോഡ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വീഡിയോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. അപ്പോൾ ഇവിടെ BMR ബോസ് BS4 ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷെയർ മോഡ്സിൻ്റെ ലിങ്ക് കാണാം ഫസ്റ്റ് തന്നെ. അപ്പോൾ അതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഷെയർ മോഡ്സിൻ്റെ പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്കിതിവിടെ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. ഒരു 18 MB ഉള്ളൊരു boss.zip എന്ന് പറഞ്ഞിട്ടൊരു ഫയലാണ്. അപ്പോൾ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡൗൺലോഡ് ലിങ്ക് ക്രിയേറ്റ് ആയിട്ട് അപ്പോൾ ഡൗൺലോഡ് 18.1 MB എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ഡൗൺലോഡിങ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ട്. അപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നമുക്കത് എക്സ്ട്രാക്ട് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ എക്സ്ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫയൽ ഇപ്പോൾ ഇവിടെ എക്സ്ട്രാക്ട് ആയി കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ മോഡ് ഫയലാണ്. അപ്പോൾ അതേ ബോസ് എന്ന് പറഞ്ഞിട്ട് ഫയലാണ്. അപ്പോൾ ഇതാണ് ഫയൽ. അപ്പോൾ ഇത് സൈഡിൽ ക്ലിക്ക് ചെയ്യുക, മൂവ് കൊടുക്കുക, ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക, ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ID എടുക്കുക, മോഡ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അതേ നമ്മുടെ ഫയൽ പേസ്റ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ലിവറി എടുക്കണം. ലിവറിയുടെ ലിങ്ക് ഞാൻ താഴെ തന്നിട്ട്. അപ്പോൾ അതൊരു വീഡിയോ ആണ്. അപ്പോൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ വീഡിയോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ ലിവറി ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഡ്രൈവ് ആണ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ പാരീസിൻ്റെ ലിവറി. അപ്പോൾ ഇവിടെ മുകളിൽ ഡൗൺലോഡ് ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ നമ്മുടെ ഡൗൺലോഡ് ഇപ്പോൾ സ്റ്റാർട്ടായിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ബസ്. ഫുൾ ഒരു വൈറ്റ് കളറായിട്ടുള്ളൊരു ബസ്സാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ മുകളിൽ ലിവറിയുടെ ഇത് ക്ലിക്ക് ചെയ്യുക. സൈഡിൽ ബ്രൗസ് ലിവറി ക്ലിക്ക് ചെയ്യുക. ഡിവൈസ് ഗാലറി എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ പാരീസിൻ്റെ ലിവറി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ലിവറി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലായിട്ട് ഇത് അപ്ലൈ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് സെറ്റ് ആയിട്ട്. അപ്പോൾ അപ്ലൈ ക്ലിക്ക് ചെയ്യുക. അത് ആഡ് കാണാൻ അല്ലെങ്കിൽ ജസ്റ്റ് ക്യാഷ് കൊടുക്കുക. ആണ് നമ്മുടെ ബസ്സിൻ്റെ ടോട്ടൽ ലുക്ക് വരുന്നത്. പാരീസ് നമ്മുടെ ബാക്കിൽ ഹെൽ വോൾഫ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സൈഡിൽ നിന്നുള്ള വ്യൂ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ വ്യൂ ഇതാണ്. ഇൻറ്റീരിയർ വ്യൂ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇൻറ്റീരിയർ വ്യൂ എന്ത് ഈ ഒരു രീതിയിലാണ്. അശോക് ലൈലാൻഡിൻ്റെ സ്റ്റിയറിങ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മോഡൽ ലിവറിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കുറച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ബസ്സിൻ്റെ മോഡ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ എന്തായാലും ചെയ്യാം. നമ്മൾ കുറച്ചധികം ബസ്സുകളിലേക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതെങ്കിലും ചെയ്യാത്തുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടായല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ എവിടെയാണ്. പിന്നെ അങ്ങനെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയി രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.